ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ 9 ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇവിടെ കാണാം, സേ ഒരു റൗണ്ടിൽ കാണുന്ന ഇത്രയും സ്പെഷ്യൽ ഓഡിറ്റ്സ് നമുക്ക് ചെയ്യാനുള്ള സ്പെഷ്യൽ ഓഡിറ്റ്സ് ആണ്. ഇപ്പോൾ ബേസിക്കലി ഇതൊരു സിമ്പിൾ ചാപ്റ്റർ എന്ന് പറയാവുന്ന ടൈപ്പ് ഓഫ് ചാപ്റ്റർ ആണ്. ഭയങ്കര ഒരു ടഫ് ചാപ്റ്റർ അല്ല. പിന്നെ കൺസെപ്റ്റ് ആയിട്ട് പറയാൻ കുറച്ച് കൂടുതലുള്ളത് ഗവൺമെന്റ് ഓഡിറ്റിലാണ്, പിന്നെ ഉള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ്. ബാക്കിയെല്ലാം കൈൻഡ് ഓഫ് പ്ലെയിൻ, നിങ്ങൾക്ക് റീഡ് ചെയ്താൽ മനസ്സിലാവുന്ന ടൈപ്പ് ഓഫ് ഐറ്റംസ് മാത്രമാണ്. നമുക്ക് ആ ഒരു ഏരിയ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ടോപ്പിക് ഫോർ ടുഡേ. സോ അതിൽ ബിഫോർ സ്റ്റാർട്ടിങ് ചെറിയൊരു ഐഡിയ തന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഐ ഹോപ്പ് നോട്ടീസ് വിസിബിൾ. ഫൈൻ. സോ സ്റ്റാർട്ടിങ് ഓഫ്. സോ ഇവിടെ നമ്മൾ കണ്ടു നമുക്ക് ഏതൊക്കെ സെഗ്മെന്റ്സ് ആണ് ചെയ്യാനുള്ളത് എന്നുള്ളത് കണ്ടു. ജസ്റ്റ് ഒരു അഗെയിൻ ഒരു പറയുകയാണെങ്കിൽ, സേ ഗവൺമെന്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആണ്. സോ വിൽ ഡു ഡീൽ സെപ്പറേറ്റ്ലി. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതും അഗെയിൻ ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആണ്. തേർഡ് വൺ ആയിട്ട് വരുന്നതാണ് ഒന്ന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ സിമിലർ ലൈനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് കോൺസെപ്റ്റ്സ് വളരെ സിമിലാരിറ്റി ആയിട്ട് തോന്നുന്നതാണ് സിനിമ ഹാൾസ്. ഇതിന്റെ കൂടെ നമുക്ക് റെസ്റ്റോറന്റ്, ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന സെഗ്മെന്റ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും ഫസ്റ്റ്. ബട്ട് വി ആർ ട്രൈങ് ടു അനലൈസ് ദീസ് ഏരിയാസ്. ദീസ് ത്രീ ലെറ്റ്സ് ഗിവ് സം ഇമ്പോർട്ടൻസ് ആൻഡ് പ്രൊമിനൻസ് ആൻഡ് ഡീൽ വിത്ത് ദാറ്റ് ഓൺ എ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. അപ്പൊ ഞാൻ നേരെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് പോവാണ്. സോ ബിഫോർ മൂവിങ് ടു ദാറ്റ് ഏരിയ, ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഓക്കെ, അഗെയിൻ ചെറിയ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണെങ്കിൽ പോലും നമ്മൾ 5 സെഗ്മെന്റ് ആയിട്ട് വേണം ഈ ഒരു ചാപ്റ്ററിനെ അനലൈസ് ചെയ്യാനായിട്ട്. 5 സെഗ്മെന്റ്. ഒന്നാമതായിട്ട് നമ്മൾ പ്രിലിം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് കൊണ്ടുവരാം. പ്രിലിം അല്ലെങ്കിൽ പ്രിലിമിനറി, ഈവൺ യു ക്യാൻ കോൾ ഇറ്റ് ആസ് പ്രിലിമിനറി ഓർ യു ക്യാൻ ടെൽ ഇറ്റ് ആസ് ജനറൽ ഏരിയ. അപ്പം ജനറൽ ഏരിയന്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് ജനറൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്? അതായത് ഈ സപ്പോസ് ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോർ ദാറ്റ് ഇൻസ്റ്റൻസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് പിന്നെ ഒരു പാർട്ണർഷിപ്പ് ഫേം ആണോ, ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് കമ്പനി ആണോ, ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് LLP ആണോ, എന്താണ് അവരുടെ ലീഗൽ പോയിന്റ്, അല്ലെങ്കിൽ ലീഗൽ പോയിന്റിൽ അവർ എന്ത് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുക. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ അവരുടെ മിനിറ്റ്സ്, അതുപോലെ തന്നെ അവരുടെ ട്രസ്റ്റ് ഇടണമെങ്കിൽ അത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്, ലൈക്ക് ചാരിറ്റബിൾ രീതിയിൽ കൊണ്ടുപോകാനാണോ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ രീതിയിൽ കൊണ്ടുപോകാനാണോ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, 2 ഹോസ്പിറ്റലിന്റെ കേസുകൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടാവണം. ഐ വിൽ റിപ്പീറ്റ്. 2 ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു. രണ്ട് ഹോസ്പിറ്റൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിനാരിയോ. ബോത്ത് ആർ ലൊക്കേറ്റഡ് ഇൻ മുംബൈ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സേ 14 ഇയേഴ്സിന് ബിലോ ഉള്ള കുട്ടികൾക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പിടിപെട്ട പീഡിയാട്രിക് ക്യാൻസറിന്റെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു 14 ഇയർ ബിലോ ഉള്ള ഒരു കുട്ടിക്ക് ക്യാൻസർ പോലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി എത്ര പണം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കും. അതുകൊണ്ട് അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് കണ്ടുകൊണ്ട് സ്പെഷ്യാലിറ്റി എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യാണ്, അവിടെ ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യണം. അതൊരു ക്രൈം ഒന്നുമല്ല. അവര് വളരെ ജെന്യൂൻ ആയിട്ട് അവരുടെ മീറ്റിംഗിൽ അവർ പറയാണ്, സേ ഒരു 90+ ഇയേഴ്സ് ഉള്ള ഒരാൾക്കാണ് ക്യാൻസർ പോലുള്ള ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവർ ചികിത്സിക്കാതിരിക്കൊന്നുമില്ല, ചികിത്സിക്കും. ബട്ട് സ്റ്റിൽ അത് ഇത്രയും പ്രായമുള്ള ആളല്ലേ, അപ്പോൾ റീകവറി പോസിബിലിറ്റി ആണെങ്കിലും, ഇനി അതല്ല ആ മനുഷ്യൻ തന്നെ ചിലപ്പോൾ ഇത് എന്റെ വിധിയാണെന്നോ അല്ലെങ്കിൽ എന്റെ സമയമായി എന്നുള്ളൊരു ലെവലിലേക്ക് അതിനെ കാണുന്ന രീതിയിൽ ചിലപ്പോൾ ട്രീറ്റ്മെന്റിന്റെ അടുത്ത് അധികം സഹകരിക്കാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അതേ സമയത്ത് അങ്ങനെയല്ല, ഒരു ചെറിയൊരു കുട്ടിക്കൊരു ഇങ്ങനെയുള്ള ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആയിക്കോട്ടെ, ആ ഒരു ഫാമിലി ആയിക്കോട്ടെ, അവർ സ്പെൻഡ് ചെയ്യുന്ന മണി എന്ന് പറഞ്ഞാൽ മേ ബി അവരുടെ ലൈഫ് ടൈം മൊത്തം അവർ സേവ് ചെയ്ത് വെച്ച പൈസ മൊത്തം സ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട്
ബിസിനസ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലും. അതേസമയം സപ്പോസ് 14 ഇയേഴ്സ് ബിലോ ഉള്ള ഒരു കുട്ടിക്ക് ക്യാൻസർ പോലെയുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലും ബോംബെയിലുണ്ട്. അപ്പൊ ഈ ഹോസ്പിറ്റൽസ്, ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഞാൻ റിവീൽ ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ഇറ്റ് ഈസ് മാനേജ് ബൈ ടാറ്റ. അപ്പൊ അവരുടെ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതും. അപ്പോൾ അവരുടെ അടുത്ത് ഫീസോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നില്ല എന്നുള്ളത് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, അപ്പൊ ഈ ഒരു ഹോസ്പിറ്റല് ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഞാൻ എന്റെ അപ്രോച്ച്, എന്റെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. അതേ സമയത്ത് ഈ ഒരു ഹോസ്പിറ്റൽ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന എന്റെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. അഗൈൻ വൺ മോർ തിങ് ടു സേ ഇപ്പോ ഒരു 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 പ്രോഫിറ്റ് മോട്ടീവോട് കൂടി ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഒരു ഹോസ്പിറ്റൽ നടത്തുക എന്നുള്ളത് ഒരു ക്രൈം ഒന്നുമല്ല. അത് ആക്ച്വലി നല്ലതാണ് എന്നാണ് എന്റെ ഒരു സാറ്, രാജേഷ് സാർ എന്ന് പറഞ്ഞൊരു സാർ ഉണ്ടായിരുന്നു, സാറ് പറയാറുള്ളത്. സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ കൂടുതൽ പണം ചെലവാക്കാൻ പറ്റുന്ന ആള് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയും അതുവഴി ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്കുള്ള റഷ് റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് സാറ് പറഞ്ഞ റീസൺ. അതൊരു പരിധിവരെ ശരിയാന്ന് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അപ്രോച്ചസിലും നമ്മളുടെ തോട്ട് പ്രോസസ്സിലും നമ്മളുടെ പ്രോഗ്രാമിലും സ്ട്രാറ്റജിയിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക പ്രിലിമിനറി എന്ന് പറയുന്ന സെഗ്മെന്റിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിന്റെ പാരലായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഇനി പ്രിലിമിനറി എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഇൻകം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്കായിരിക്കും. അപ്പോൾ ഇൻകം എന്ന് പറയുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം ഇൻകം എന്ന് പറയുന്നത് ഒബിയസ്ലി ഇൻപേഷ്യന്റ് ആയിട്ട് കിടക്കുന്ന രോഗികളുടെ ഇൻകം ഉണ്ടാവാം, അവിടെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന ആളുകളുടെ ഇൻകം ഉണ്ടാകാം, ഫാർമസിയിൽ വരുന്ന ബില്ലിന്റെ ഇൻകം ഉണ്ടാകാം, പല എക്സ്റേയോ സ്കാനിങ്ങോ പോലെയുള്ള സ്ഥലത്തു നിന്നുള്ള ഇൻകം ഉണ്ടാകാം. ഇവര് എക്സസ് ആയിട്ട് ഇവരുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അത് അവര് പിന്നെ എന്താ പറയാ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ ഉണ്ടാകാം. അങ്ങനെ പല രീതിയിൽ ഇൻകം ഉണ്ടാകും ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ ആണോ? ഫൈൻ. സോ തേർഡ്ലി എക്സ്പെൻസിലേക്ക് പോവുകയാണെങ്കിൽ, എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ എക്സ്പെൻസുകൾ ഉണ്ടാകാം? അവരുടെ ഡോക്ടേഴ്സിന്റെ ഫീസ് ഉണ്ടാകാം, ഇനിയിപ്പോ റെന്റിനാണ് ബിൽഡിംഗുകൾ, റെന്റിൽ എക്സ്പെൻസ് ഉണ്ടാകാം, ഇനി അവര് പർച്ചേസ് ചെയ്യുന്ന മരുന്നുകളായിക്കോട്ടെ മറ്റു യൂസബിൾ ഐറ്റംസിന്റെ എക്സ്പെൻസുകൾ ഉണ്ടാകാം, ഇനി ഡോക്ടേഴ്സ് അല്ലാത്ത മറ്റു സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ സാലറീസ് ഉണ്ടാകാം. അങ്ങനെ പല രീതിയിൽ അവർക്ക് എക്സ്പെൻസ് വരാം. സിമിലർലി ദേ വിൽ ഹാവ് അസറ്റ്സ് ആസ് വെൽ ആസ് ലയബിലിറ്റീസ്. ഇതിൽ അസറ്റ്സും ലയബിലിറ്റീസും വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം ഏത് സ്ഥാപനമാണെങ്കിലും അസറ്റും ലയബിലിറ്റിയിലുള്ള അപ്രോച്ച് വളരെ സിമിലർ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഔട്ട്ലൈനിന്റെ അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഓഡിറ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഓരോന്നിലും ഓരോ പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കിട്ടുന്നതായിരിക്കും. ഇനി എന്റെ സൈഡിൽ നിന്ന് ഞാൻ തരാൻ പോകുന്നത് ഇതിന് ഒരു ക്രിസ്പ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. അത് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം, അത് നിങ്ങൾ പഠിക്കണം. അതാണ് നമ്മൾ അടുത്ത ടാർഗറ്റ്. So one more thing, let me show you a question which came in previous year. It was like this. You are, maybe you can write this down. Okay, appointed, you are appointed as the auditor of VJM schools. VJM school. What are the areas you must focus with respect to income and expenses of school? Maybe they are asking for 6 months. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇപ്പോൾ അത് ഇൻകം ആയിക്കോട്ടെ അസറ്റോ ലയബിലിറ്റിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ പ്രിലിമിനറി എന്ന് പറയുന്ന പോർഷൻ എപ്പോൾ എഴുതി വെക്കുക. അതിനുശേഷം യു ഫോക്കസ് ഓൺ ഇൻകം ആസ് വെൽ ആസ് എക്സ്പെൻസ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു സെഗ്മെന്റ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 6 മാസം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഈ സ്പെഷ്യൽ ഓഡിറ്റിന്റെ പ്രത്യേകത, ദർ ഈസ് നോ ഡയറക്റ്റ് എസ് എ ഇൻവോൾവ്. ഇതിൽ എസ് എ പഠിക്കാനില്ല ഒരു കാര്യം. ആൻഡ് ഓൾസോ ഇനി കമ്പനീസ് ആക്ട് പോലെയുള്ള പോലത്തെ എന്തെങ്കിലും സെക്ഷൻസോ അതും പഠിക്കുന്നില്ല. പ്ലെയിൻ ആയിട്ട് നിങ്ങൾ
ഒരു ഒരു ഏരിയ പഠിക്കുകയും അതിലെ പ്രിലിമിനറി ഭാഗം എന്താണ്, അതിന്റെ ഇൻകം എന്താണ്, എക്സ്പെൻസ് എന്താണ്, അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഫ്ലോ ചാർട്ട്. ഇഫ് യു ഹാവ് വിത്ത് യു, യു ഹാവ് മാർക്സ്. ആ ലെവലിലുള്ള ഒരു സംഭവമാണ്, വളരെ സിമ്പിൾ ആണ്. സോ ഐ ജസ്റ്റ് ഷോ യു ദ PPT. PPTയിലേക്ക് പോകുന്ന സമയത്ത് ലെറ്റ് മീ ഷോ യു വിത്ത് റെസ്പെക്ട് ടു പ്രിലിമിനറി. അപ്പോൾ ഹെഡിങ് ഏതിപ്പോ ഓഡിറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡിങ് ചെയ്ത പ്രിലിമിനറിന്റെ അകത്ത് ഇവിടെ ഞാൻ ഒരു 5 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 പോയിന്റ്സ് ക്വിക്ലി നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്യാൻ ഞാൻ ക്വിക്ലി ഒന്ന് വായിച്ചു തരാം. ഫസ്റ്റ് പോയിന്റ്, സ്റ്റഡി ദ പ്രൊവിഷൻസ് ഓഫ് അപ്ലിക്കബിൾ സ്റ്റാറ്റ്യൂട്ട് ആസ് പെർ ലീഗൽ സ്റ്റാറ്റസ്, എക്സാമിൻ ദ ട്രസ്റ്റ് ഡീഡ്, examine the minutes of meeting, evaluate the system of internal control, obtain accounting records. Quickly note this down in your notebook. Okay. So, income receipt like വരുന്ന സമയത്ത് check admission fee to confirm whether amount has been credited to separate account. So, admission fee എന്തുകൊണ്ടാ സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആണ്. It is a capital contribution. Second one, ascertain whether amounts are demanded from students as per the rate specified according to course. അപ്പോൾ കോഴ്സ് ഫീ ഇപ്പോൾ ഉദാഹരണത്തിന് സപ്പോസ് നമ്മളൊരു കോളേജ് വോട്ട് ചെയ്യുന്ന വെച്ചാൽ സപ്പോസ് BComന്റെ ഫീസ് 50,000 രൂപയാണ്. പക്ഷേ ചില സ്റ്റുഡൻസിന്റെ അടുത്ത് 60,000 രൂപ മേടിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ 70,000 രൂപ മേടിച്ചിരിക്കുന്നത് കാണിക്കുന്നു. മേ ബി അവർ ലാസ്റ്റിലേക്ക് അഡ്മിഷൻ വേണ്ടി വന്നതാകാം. പക്ഷെ എന്താണോ കോഴ്സിന്റെ ഫീസ് പറഞ്ഞിരിക്കുന്നത് ആ ഫീസ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കുട്ടികളുടെ ഫീസായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. തേർഡ് പോയിന്റ്, ചെക്ക് ഓതറൈസേഷൻസ് ഫോർ ഫീ കൺസെഷൻ. സപ്പോസ് ഏതെങ്കിലും കുട്ടികൾക്ക് ഫീസിൽ കൺസെഷനോ മറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ഓതറൈസേഷൻ ഉള്ള ആൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ആ ഓതറൈസേഷൻ ലെറ്റർ ഒബ്റ്റെയിൻ ചെയ്യുക, റെഫർ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ഇൻ കേസ് ഓഫ് ഹോസ്റ്റൽ ഫെസിലിറ്റി അനലൈസ് ദ കളക്ഷൻ റെസീപ്റ്റ്. അപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കളക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഏരിയയും കൂടെ ചെക്ക് ചെയ്യുക. സോ ക്വിക്ലി നോട്ട് ദിസ് ഡൗൺ, റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. റെന്റ് ആണെങ്കിൽ എക്സാമിൻ എഗ്രിമെന്റ് വിത്ത് ടെനൻസ് ടു നോ റേറ്റ്സ് ഓഫ് റെന്റ് ആൻഡ് ഡ്യൂ ഡേറ്റ്സ് എക്സെട്ര. വെരിഫൈ റെന്റ് റിസീവ്ഡ് ബൈ കമ്പയറിംഗ് കൗണ്ടർ ഫോയിൽ ഓഫ് റെസിപ്റ്റ്. ഈ കൗണ്ടർ ഫോയിലാണ് പല കുട്ടികളും ഡൗട്ട് തോന്നാറ്. കൗണ്ടർ ഫോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാർബൺ കോപ്പി എന്നും പറഞ്ഞ് നമ്മൾ ഒരു റെസീപ്റ്റിന്റെ അടിയിൽ വെക്കൂലേ, അത് ക്രോസ് ചെക്ക് ചെയ്യുന്നതിനാണ് ഈ കൗണ്ടർ ഫോയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻകമായി മാറുന്നത് എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻറ്റീൻ ഫെസിലിറ്റി, ക്യാൻറ്റീന് അല്ലെങ്കിൽ സ്റ്റേഷനറി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒരു കോളേജിലോ അല്ലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അകത്തുണ്ട്. ഇപ്പൊ നമ്മൾ സ്ഥാപനത്തിൽ ഒരു ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ടാകുന്നു. അവരുടെ അടുത്ത് നിന്ന് ഈ സ്കൂൾ എന്ത് ചെയ്യുക അല്ലെങ്കിൽ കോളേജുകൾ എന്ത് ചെയ്യുക, വാടക മേടിക്കുക. അത് അവരെ സംബന്ധിച്ചോളം അതൊരു അതർ ഇൻകം ആണ്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോട്ട് ഇട്ട